Before discussing about function, we want to know about modular programming. The process of breaking large programs into smaller sub-programs is called modularization. വലിയ പ്രോഗ്രാംസിനെ ചെറിയ സബ് പ്രോഗ്രാമുകളായി തിരിക്കുന്ന പ്രോസസ്സിനെയാണ് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് വലിയ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം C++ പ്രോഗ്രാംസ് എല്ലാം എഴുതുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്താണ്. എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്നെല്ലാം കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ മെയിൻ പ്രോഗ്രാമിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് എഴുതുകയാണ്. സോ മെയിൻ പ്രോഗ്രാം ഇൻറ്റ് മെയിൻ വിത്തിൻ ബ്രാക്കറ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതും. സോ ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സിക്യൂട്ടഡ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ലെങ്ത്, ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലെങ്ത് കൂടുന്തോറും പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്കുണ്ടാവുന്നത്? നമുക്കതിൻ്റെ എറേഴ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും, അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടും, ഇങ്ങനെ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. സോ ലാർജ് പ്രോഗ്രാംസിനെ ചെറിയ സബ് പ്രോഗ്രാമുകളായി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. So this process of breaking large programs into smaller sub-programs is called modularization. So ഇങ്ങനെ ഓരോ വലിയൊരു പ്രോഗ്രാമിനെ മൊഡ്യൂൾസ് ആയി തിരിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോഗ്രാമിംഗ് ടെക്നിക്കിനെയാണ് മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സോ പ്രോഗ്രാമിനെ മൊഡ്യൂൾസ് ആക്കി തിരിക്കുക. സോ നമ്മൾ ചാപ്റ്റേഴ്സ് നോക്കൂ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് ഒരു വലിയൊരു ബുക്കിൽ എല്ലാ കണ്ടൻറ്റും ഒരൊറ്റ ബുക്കിൽ ഉൾക്കൊള്ളുന്നില്ല. അത് മൊഡ്യൂൾസാണ്. ചാപ്റ്റർ 1, ചാപ്റ്റർ 2 അതൊക്കെ ഓരോ മൊഡ്യൂൾസാണ്. സോ ഓരോ മൊഡ്യൂളുകൾ ആയി തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ കോംപ്ലക്സിറ്റി കുറയും. ഇന്ന പേജിലാണ് ഇന്ന മൊഡ്യൂളിലാണ് ടോപ്പിക് എന്ന് ഈസിലി ഫൈൻഡ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് മൊഡ്യൂൾസ് ആയി തിരിക്കുന്നത്. ഈ സെയിം സ്ട്രാറ്റജി നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സോ ഒരു വലിയ പ്രോഗ്രാമിനെ സ്മോളർ സബ് പ്രോഗ്രാംസ് ആയി തിരിക്കുന്ന പ്രോസസ്സിനെയാണ് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. മെറിറ്റ്സ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ്. ഇങ്ങനെ മൊഡ്യൂൾസ് ആയി തിരിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ സൈസ് ചെറുതാവും. സോ അങ്ങനെ ചെറുതായി കഴിഞ്ഞാൽ ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ കണ്ടുപിടിക്കാം. എറർ ഉണ്ടാവാനുള്ള സാധ്യത ഒരുപാട് കുറയും. സ്റ്റെപ്പ് 3, റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. പ്രോഗ്രാമിൻ്റെ അതിൻ്റെ സങ്കീർണത കുറയ്ക്കാം. കാരണം ചെറിയ ടാസ്ക് ആകുമ്പോൾ ആ ടാസ്ക് മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. സ്വാഭാവികമായിട്ടും അതിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാം. ഫോർത്ത് വൺ, ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. നമ്മളൊരു പ്രോഗ്രാം ഒരു മൊഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ നമുക്ക് അഡീഷൻ സം ചെയ്യാൻ വേണ്ടിയിട്ടൊരു മൊഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞു. ആ സം ചെയ്യുന്ന മൊഡ്യൂൾ നമുക്ക് വേറെ പ്രോഗ്രാമുകളിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ നമുക്കത് റീയൂസ് ചെയ്യാം. സോ ദീസ് ആർ ദ മെറിറ്റ്സ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ്. റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം, ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്, റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി ആൻഡ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. സോ ഇതൊക്കെ മോഡുലർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റ്സ് ആണ്. ഡിമെറിറ്റ്സ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ്. എന്തൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഡ്രോബാക്സ്? സോ പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ പ്രോബ്ലം ഈസ് എ ചലഞ്ചിങ് ടാസ്ക്. സോ ഒരു പ്രോഗ്രാമിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 50 ഇൻസ്ട്രക്ഷൻസുള്ള പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾക്ക് 10 തിരിക്കാൻ പറ്റില്ല. കാരണം അത് പ്രോഗ്രാമിങ്ങിനെ തന്നെ ബാധിക്കും. സോ അതിന് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യണം. സോ ദാറ്റ്സ് എ ചലഞ്ചിങ് ടാസ്ക്. Second demerit, each subprogram must be independent of others. സോ ഓരോ സബ് പ്രോഗ്രാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പരസ്പരം എന്താവരുത്, ആശ്രയിക്കരുത്. ഇറ്റ് മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ്. സോ ആ ടാസ്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു പ്രോഗ്രാമുകളുമായിട്ട് അതിനൊരു ഇൻ്റർ റിലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു കോംപ്ലിക്കേഷൻ കൂട്ടും. തേർഡ് ഡിമെറിറ്റ്, അറ്റ്മോസ്റ്റ് കെയർ ഷുഡ് ബി ഗിവൺ വൈൽ ബ്രേക്കിംഗ് ഇൻ ടു മൊഡ്യൂൾസ് ആയി തിരിക്കുന്ന സമയത്ത് നല്ല പ്രോപ്പറായിട്ടുള്ള ശ്രദ്ധ കൊടുത്താൽ മാത്രമേ നമ്മളുടെ ബ്രേക്കിംഗ് അത് ഈസി ആക്കുള്ളൂ. ഇതൊക്കെ അതിൻ്റെ ഡിമെറിറ്റ്സ് ആണ്. ഫങ്ഷൻസ് ഇൻ C++. സോ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത ഈ മൊഡ്യൂൾസിനെ തന്നെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഫങ്ഷൻസ് മീൻസ് ഇസ് നത്തിങ് ബട്ട് മൊഡ്യൂൾസ്. So in C++,
ഫംഗ്ഷൻ ഈസ് എ വേ ടു ഡിവൈഡ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ്. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ മോഡുലറൈസേഷൻ എന്താണെന്ന് പറഞ്ഞത്. സോ അത് തന്നെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ in function is a way to divide large programs into smaller subprogram. So function definition എന്ന് പറയുന്നത് it is a named unit of statements in a program to perform a specific task. എന്തെങ്കിലും ജോലി ചെയ്യാൻ, ഒരു particular ജോലി ചെയ്യാനുള്ള set of statements. So it has a name. ആ ഒരു set of task ചെയ്തതിനൊരു പേരുണ്ടാവും. സോ അങ്ങനെ ഒരു named unit of statements to perform a specific task in a program is called a function. So that's a function. അപ്പോൾ function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a named unit of statements in a program to perform a specific task. എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷന് സ്പെസിഫിക് ആയിട്ട് തിരിച്ചറിയാൻ വേണ്ടി അതിനെന്തുണ്ടാവും, ഒരു പേരുണ്ടാവും. സോ ഫംഗ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ പ്രോഗ്രാം. നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് പോവാം. സോ ഇറ്റ് ഈസ് എ കോഫി മേക്കിംഗ് മെഷീൻ. നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത് ഒരു കോഫി മേക്കിംഗ് മെഷീനാണ്. സോ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി, എ കപ്പ് ഓഫ് കോഫിയാണ് നമുക്ക് കിട്ടുന്നത്. എ കപ്പ് ഓഫ് കോഫി. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ടാസ്ക് എന്താ ചെയ്യുന്നത്, മേക്കിംഗ് കോഫി മേക്കിംഗ് ആണ്, മേക്ക് കോഫിയാണ് ചെയ്യുന്നത്. സോ വെറുതെ കോഫി ഉണ്ടാവില്ല. ഈ കോഫി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, ഇതിൻ്റെ അകത്തേക്ക് വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ ഇതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇൻപുട്ട് ചെയ്ത് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കോഫി മേക്കിംഗ് മെഷീൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഇറ്റ് ഗിവ്സ് എ കപ്പ് ഓഫ് കോഫി. അപ്പോൾ ഇവിടെ പറയാൻ കാരണം ഇത് ചെയ്യുന്ന ജോലി, ആ ഫങ്ഷൻ, ആ കോഫി മേക്കിംഗ് മെഷീൻ ചെയ്യുന്ന ടാസ്ക് എന്താണ്, ഒരു കപ്പ് ഓഫ് കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ആ ഒരു കപ്പ് ഓഫ് കോഫി എന്ന ഒരു ജോലി ചെയ്യുന്നതിന് അതിന് വേണ്ട ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യണം. ആ ഡാറ്റയാണ് വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. സോ നമ്മൾ അതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ രൂപത്തിലേക്ക് പറയുകയാണെങ്കിൽ ഇവിടെ മേക്ക് കോഫി ഈസ് ദ നെയിം ഓഫ് ദ ഫങ്ഷൻ. ആ ചെയ്യുന്ന ടാസ്കിൻ്റെ ആ ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് മേക്ക് കോഫി. ഈ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അതിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റയാണ് വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. ഫങ്ഷൻ്റെ കേസിൽ ഈ ഒരു ഇതിനെ പറയുന്നത്, ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുക്കുന്ന ഈ വാല്യൂസിനെ പറയുന്നത് പാരാമീറ്റേഴ്സ് എന്നാണ്. So make coffee is the name of the function. Here water, milk, sugar, coffee powder are the parameters for the function. Clear? That's a real life example. എന്താണ് ഫംഗ്ഷൻ? ഇറ്റ്സ് എ ടാസ്ക്. ഇവിടെ ടാസ്ക് എന്താണ്, മേക്ക് കോഫി. സോ ആ ടാസ്കിൻ്റെ പേരാണ് നമ്മൾ കൊടുത്തു, മേക്ക് കോഫി. സോ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഡാറ്റ ഇൻപുട്ട് ചെയ്യണം. ആ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റയെ ഫംഗ്ഷൻ്റെ ഭാഷ രൂപത്തിൽ പറയുമ്പോൾ പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ. C++ functions can be classified into two: built-in functions and user-defined functions. Built-in functions is also known as predefined function. ഫംഗ്ഷനുകളെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, built-in function and user-defined function. Built-in function is also known as predefined function. Predefined function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is ready to use a program. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, ഇപ്പോൾ നമ്മൾ കണ്ട കോഫി മേക്കിംഗ് ഷോപ്പ്, നമുക്ക് അവിടുന്ന് ചായ ഉണ്ടാക്കണ്ട, നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഡയറക്റ്റ്ലി നമ്മൾ ആ കപ്പ് വെച്ച് കഴിഞ്ഞാൽ വി ഗോട്ട് എ കപ്പ് ഓഫ് കോഫി. നമ്മളവിടെ ചായപ്പൊടിയോ പഞ്ചസാരയോ പാലൊന്നും യൂസ് നമ്മളായിട്ട് ഉണ്ടാക്കണ്ട. ഓൾറെഡി ഇറ്റ് ഈസ് എ റെഡി ടു യൂസ്. നമുക്ക് ജസ്റ്റ് ഇറ്റ് ഗിവ്സ് എ കപ്പ് ഓഫ് കോഫി ഓട്ടോമാറ്റിക്കലി അല്ലേ. അപ്പോൾ ആരോ ഉണ്ടാക്കി വെച്ച ഒരു പ്രോഗ്രാം, അങ്ങനെ റെഡി ആക്കി വെച്ച സബ് പ്രോഗ്രാംസിനെയാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഓർ പ്രീഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഫങ്ഷൻ നമ്മൾ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്ന് യൂസ് ചെയ്യാം. നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണമെന്നോ എന്ത് വേണമെന്നൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദി ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് എ കോഫി മേക്കിംഗ് മെഷീൻ. ആ മെഷീനാണ്, കാരണം നമ്മളല്ല അവിടെ പാലും പഞ്ചസാരയൊന്നും എഴുതുന്നത് നമ്മളല്ല. ഇറ്റ് ഓട്ടോമാറ്റിക്കലി gives a cup of coffee. So it is already ready to use അല്ലേ. ആ റെഡി ടു യൂസ് സബ് പ്രോഗ്രാമുകളെ പറയുന്ന പേരാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രീഡിഫൈൻഡ് ഫങ്ഷൻസ്. ദീസ് ഫങ്ഷൻസ് ആർ ഓൾറെഡി ക്രിയേറ്റഡ് ബൈ സമ്മൺ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ള സമയത്ത് ഈ ഫങ്ഷൻസിനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. യൂസർ ആ പേരിൽ തന്നെ പറയുന്നുണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. ദീസ് ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ബൈ ദ യൂസർ. അതുണ്ടാക്കുന്നത്, ആ ഫങ്ഷൻ എന്ത് ചെയ്യണമെന്നും ആ ഫങ്ഷൻ്റെ പേരെന്താണെന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്.
അതായത് നമ്മളൊരു കപ്പ് ഓഫ് കോഫി നമ്മൾ സ്വയം ഉണ്ടാക്കി കൊടുക്കുന്നു. ഒരു കപ്പ് ഓഫ് കോഫി നമ്മൾ തന്നെ പഞ്ചസാര, ചായപ്പൊടി എല്ലാം ഇട്ട് നമ്മൾ തന്നെ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കുകയാണ്. അപ്പോൾ ചെയ്യുന്ന ജോലി ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. സെയിം കേസാണ് ഇവിടെ. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ദിസ് ഫങ്ഷൻസ് ആർ ക്രിയേറ്റഡ് ബൈ ദ യൂസർ ഇറ്റ് സെൽഫ്. So C++ allows the programmer to define their own function. C++ൻ്റെ അകത്ത് നമുക്ക് തന്നെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എബിലിറ്റി C++നുണ്ട്. സോ അങ്ങനെയുള്ള ഫങ്ഷൻസിന് പറയുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ.